അവിടെ കല്ലായ വാർഡിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾക്ക് അവിടെ പ്രാധാന്യമില്ല. അവിടെ കൈച്ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക, UDF വോട്ട് ചെയ്യുക, അതാണ് അവിടുത്തെ ആളുകൾക്ക് അറിയാം. അത് കാരണം 3 തവണയായി നമ്മുടെ കൈമിലുണ്ടായിരുന്ന മണ്ഡലം വളരെ സുരക്ഷിതമായി എന്ത് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് കൗൺസിലറുടെ നേതൃത്വത്തിൽ നമ്മൾ ഇടപെടുകയും അതിന് വേണ്ട പരിഹാരങ്ങൾ കാണുകയും ചെയ്യുന്നത്. ഇപ്പം ഇന്ന് രാവിലെ തന്നെ ലേറ്റ് ആവാൻ കാരണം തന്നെ അതാണ് സംഭവം. അവിടെ ഒരു കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് വരുന്ന വഴിയാണ്. അതാണ് കുറച്ച് നിങ്ങളൊക്കെ ഇവിടെ നേരം വൈകി പോകാൻ കാരണം. തീർത്തും അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിയായ ഒരാളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. കോൺഗ്രസ് പ്രഖ്യാപിച്ച കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് VM വിനുവിന് പകരം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ബൈജു കാളക്കണ്ടി. ഈ പറഞ്ഞതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാതെ സ്ഥാനാർത്ഥിയായതാണ്. എങ്ങനെയാണ് പൊതുവായിട്ട് വിലയിരുത്തുന്നത് വിജയം, മറ്റേ ഘടകങ്ങൾ? വിജയം സുനിശ്ചിതമാണ്. വിജയത്തിനെക്കുറിച്ച് അവിടെ ഒരു സംസാരമില്ല. അത് കഴിഞ്ഞ 3 തവണയായിട്ട് നമ്മൾ വിജയിച്ച വാർഡാണത്. ആ വാർഡ് നമ്മളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്കും അറിയാം. അപ്പോൾ വിജയത്തിനെക്കുറിച്ച് യാതൊരു ഇതില്ല. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു താരപരിവേഷമുള്ള സ്ഥാനാർത്ഥിക്ക് പകരമാണ് ഇപ്പോൾ താങ്കൾ മത്സരിക്കുന്നത്. അതൊരു നേട്ടമായി കണക്കാക്കുന്നുണ്ട്, അതൊരു പോസിറ്റീവ് എന്ന് കണക്കാക്കുന്നുണ്ട്. അവിടെ കല്ലായ വാർഡിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾക്ക് അവിടെ പ്രാധാന്യമില്ല. അവിടെ കൈച്ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക, UDF വോട്ട് ചെയ്യുക, അതാണ് അവിടുത്തെ ആളുകൾക്ക് അറിയാം. അത് കാരണം 3 തവണയായി നമ്മുടെ കൈമിലുണ്ടായിരുന്ന മണ്ഡലം വളരെ സുരക്ഷിതമായി എന്ത് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് കൗൺസിലറുടെ നേതൃത്വത്തിൽ നമ്മൾ ഇടപെടുകയും അതിന് വേണ്ട പരിഹാരങ്ങൾ കാണുകയും ചെയ്യുന്നത്. ഇപ്പം ഇന്ന് രാവിലെ തന്നെ ലേറ്റ് ആവാൻ കാരണം തന്നെ അതാണ് സംഭവം. അവിടെ ഒരു കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് വരുന്ന വഴിയാണ്. അതാണ് കുറച്ച് നിങ്ങളൊക്കെ ഇവിടെ നേരം വൈകി പോകാൻ കാരണം. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഈ VM വിനു സ്ഥാനാർത്ഥിയായി എത്തുകയും പ്രചാരണം തുടങ്ങുകയൊക്കെ ചെയ്തിരുന്നു. താങ്കൾ അദ്ദേഹത്തോടൊപ്പം പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. മുഴുവൻ സമയം ഉണ്ടായിരുന്നു. ഫസ്റ്റ് മുതൽ എൻട്രി മുതൽ വിനോദിൻ്റെ എൻട്രി മുതൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇന്നലെ വരെ VM വിനുവിന് വോട്ട് ചെയ്യണമെന്നായിരുന്നു. ഇന്ന് മുതൽ എനിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്നായിരിക്കും അല്ലേ? അതാണ് അങ്ങനെയുള്ള പറയേണ്ടി വന്നത്. എന്നാൽ വിനോട്ടൻ ഇന്ന് ഞാൻ കുറച്ച് മുമ്പേ തന്നെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ 76 വാർഡുകളിലും വിനോട്ട പ്രചരണത്തിന് ഇറങ്ങും. പ്രത്യേകിച്ച് കല്ലായ വാർഡിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൂടെ ഉണ്ട്. അദ്ദേഹം കൂടിയാണ് എൻ്റെ പേര് പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിലവിൽ പന്നിയങ്കര മണ്ഡലം പ്രസിഡന്റാണ്. മറ്റേതെങ്കിലും സ്ഥാനം വഹിച്ചിട്ടുണ്ടോ നാട്ടിൽ സജീവമായിട്ട് ജനസേവന മേഖലയിലേക്ക്? ചാരിറ്റി ഹെൽപ്പിംഗ് കെയർ എന്ന് പറയുന്നത് നമ്മുടെ കീഴിൽ പന്നിയങ്കര മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിൽ ഹെൽപ്പിംഗ് കെയർ എന്ന് പറഞ്ഞിട്ടൊരു ചാരിറ്റി ഉണ്ട്, സൊസൈറ്റി ഉണ്ട്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഉണ്ടായിരുന്നു മുമ്പ്. പിന്നെ ഈ ഹെൽപ്പിംഗ് കെയറിൻ്റെ പേരിൽ ഒരു ആംബുലൻസ് ഉണ്ട്. സ്വന്തമായിട്ട് പന്നിയങ്കര മണ്ഡലത്തിൽ ഓടാൻ ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഓടാനുള്ള ആംബുലൻസ് ഉണ്ട്, ഫ്രീസർ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ ചാരിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഞങ്ങൾ റംസാൻ റിലീഫ് അങ്ങനത്തെ കാര്യങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു പോകുന്നതാണ്. അവസാനം ഒരു ചോദ്യം കൂടെ. ഈ VM വിനുവിന് മത്സരിക്കാൻ കഴിയില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി. അപ്പോൾ താങ്കളിലേക്ക് അത് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇതൊക്കെ പാർട്ടിയല്ലേ തീരുമാനിക്കുക. ഇതിപ്പോൾ VM വിനുവിൻ്റെ പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുപോലെ പാർട്ടി തീരുമാനിക്കും. പാർട്ടിക്ക് അപ്പുറത്തൊന്നും ഇല്ലല്ലോ. അവിടെ ആരായാലും ജയിക്കും. അവിടെ വ്യക്തിക്ക് പ്രാധാന്യമില്ല. എന്തായാലും വ്യക്തിക്ക് പ്രാധാന്യമില്ല. VM വിനുവായാലും ബൈജു കാളക്കണ്ടി ആയാലും കല്ലായി ഡിവിഷനിൽ നിന്ന് ജയിക്കുമെന്നാണ് പുതിയ സ്ഥാനാർത്ഥി പറയുന്നത്. ക്യാമറ പേഴ്സൺ ജിജീഷിനോടൊപ്പം ഷബീർ ഉമർ, മീഡിയ 1 കോഴിക്കോട്.